ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു JBL സ്പീക്കർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായി നോക്കുമ്പോൾ തന്നെ JBL ലുക്കാണ്, ഒരു സബ് ഊഫർ പോലെയാണ് ഇരിക്കുക. പിന്നെ JBL ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ JBL ഇത് കൊടുത്തുകൊണ്ടാണ് ഇത്ര ലുക്ക് ഇതിന് വരുന്നത്. JBL എല്ലാ സ്പീക്കർ എടുത്ത് നോക്കുവാണെങ്കിലും ഈ ബാഡ്ജിങ് ഒരു പ്രത്യേക ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ അടിയിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഓൺ ആക്കുമ്പം ഇൻഡിക്കേറ്റർ കാണിക്കും, ബാറ്ററി തീരുമ്പോൾ നമുക്കപ്പം ഇത് നോക്കി നമുക്ക് ബാറ്ററിയൊക്കെ അറിയാവുന്നതാണ്, ചാർജ് അറിയാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് JBLൻ്റെ തന്നെ ഒരു സ്പീക്കറോടെ ഉണ്ടെങ്കിൽ പെയർ ആക്കാനുള്ള 2 സ്പീക്കറായിട്ട് കണക്റ്റ് ആക്കാനുള്ള ഒരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ വേറെ സ്പീക്കർ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു സ്പീക്കറോടെ ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. പിന്നെ നമുക്ക് വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺ, അല്ല വോളിയം കുറയ്ക്കുന്ന ബട്ടണാണിത്. കൂട്ടുന്ന ബട്ടൺ ഇതാ ഈ സൈഡിലുണ്ട്, പ്ലസ് ബട്ടൺ. പിന്നെ ഇത് പോസ് പ്ലേ ആണ് ഈ കാണുന്നത്, നമ്മൾ പാട്ട് പോസും പ്ലേയും ആക്കാനാണ്. പിന്നെ വരുന്ന പവർ ബട്ടൺ, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ബട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ ബട്ടൺ നമ്മൾ ഓൺ ആക്കിയിട്ട് നമ്മൾ ആദ്യമായി ഒരു ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്തെ ബട്ടൺ ഞെക്കണം, എന്നാലേ മാത്രമേ ഫോണിൽ പേര് കാണിക്കുകയുള്ളൂ. ബ്ലൂടൂത്ത് ബട്ടൺ ഞെക്കിയാൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അറിയാവുന്നതാണ്, പക്ഷെ എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ബാസീവ് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതുള്ളതുകൊണ്ട് തന്നെ നല്ല ഇടിയാണ്, ഇതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ പാട്ടെല്ലാം വെക്കുമ്പോൾ നല്ല കടന്ന് ഇങ്ങനെ ഇടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ട് നല്ല ഇടിയാണ് ഈ സാധനം ഉള്ളതുകൊണ്ട്. അങ്ങനെ 2 സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ഉണ്ട് റേഡിയേറ്റർ, അതുകൊണ്ട് നല്ല വർക്ക് കിട്ടും. പിന്നെ നമുക്ക് ബേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബേക്കിൽ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ചാർജ് കുത്താനുള്ള ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഫോണൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൈപ്പ് സി വെച്ച് തന്നെ വേറെ ഫോണിലോട്ട് കുത്താവുന്നതാണ്. 2 രീതിയിൽ ചാർജ് കയറ്റാൻ പറ്റും നമുക്ക് ഫോണിലോട്ട്. ചെറിയ പവർ ബാങ്ക് തന്നെയാണിത്. അപ്പം ഇതാണ്, അതുകൊണ്ട് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും കയറില്ല. പിന്നെ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഞങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, നല്ലതാണ്. വെള്ളത്തിലിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട് ഞങ്ങൾ, അതുകൊണ്ട് നമുക്കിത് കഴുകാൻ വരെ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു റബ്ബറിൻ്റെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഞങ്ങളിപ്പം 1.5-2 വർഷമായി. അപ്പം ഒന്ന് റിവ്യൂ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ഇതൊക്കെ പോയി. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നപ്പോൾ ഇതിങ്ങനെ അനങ്ങാണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചെറുതായിട്ടൊരു അനക്കം തട്ടുന്നുണ്ട്, ആ റബ്ബർ ബീഡിങ് പോയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പറയാനുള്ളത്. പിന്നെ JBL ഇവിടെ ഇതാ ഒരു റെഡ് ഇത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ലുക്കുണ്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമുക്കിതിൻ്റെ യൂസർ മാനുവലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തേക്കുന്നത്. നമുക്കിതിന് വരുന്നത് 30 വാട്ട്സിൻ്റെ ഒരു RMSൻ്റെ ഒരു സ്പീക്കറും, പിന്നെ ഒരു സ്പീക്കർ RMSൻ്റെ 10 വാട്ട്സുമാണ് കിട്ടുന്നത്. 2 സ്പീക്കറാണ് ഇതിന് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ 7500 mAhൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 3.6ൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 20 മണിക്കൂറാണ് ബാക്കപ്പ് ടൈം കൊടുത്തേക്കുന്നത്. ഇവിടെ കാണാവുന്നതാണ്. അവിടെ നമുക്ക് 20 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ ഒരു 10-12 മണിക്കൂർ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 50% ഒച്ചയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സമയം കിട്ടും. ഒരു 10-15 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. അപ്പം ഇത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ പവർ ബാങ്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതാണ് ഇത്രയും വലിയ ബാറ്ററിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയും കുറച്ച് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് JBLൻ്റെ കാർഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്പീക്കറിൻ്റെ ഇതിവിടെ ടൈപ്പ് സി പോർട്ട് ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടും. ടൈപ്പ് സി ടു ടൈപ്പ് സി കിട്ടുമായിരുന്നു, അത് നമുക്ക് ഫ്രീ കിട്ടിയതാണ്, അങ്ങനെ കിട്ടും. പിന്നെ ബ്ലൂടൂത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഇതിനകത്ത് കാണിക്കുന്നത് ഇതാ, ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. JBL ചാർജ് 5 എന്നാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കുമ്പോൾ വരിക കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ യൂസർമാരൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ കുറച്ച് കളറുകൾ, വെറൈറ്റി കളറുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുവാണെങ്കിൽ നമുക്കിത് അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നതാണ്. ഇതുകൊണ്ട് ടൈപ്പ് സി വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ JBLൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും കിട്ടുന്നതാണ്. നമുക്കത് കയറ്റി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആപ്ലിക്കേഷനിൽ കാണിക്കും. നമുക്കത് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഈ സ്പീക്കർ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇതാ USB 2 രീതിയിലും ചാർജ് ചെയ്യാം. പിന്നെ ഇത് പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷനാണെന്ന് തോന്നി ഇതിന് കൊടുത്തിട്ടുണ്ട്. പെൻഡ്രൈവ് നമ്മളിതിന് കുത്തി നോക്കിയിട്ടില്ല. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് വരുന്നത്. പിന്നെ ഇത് കൂട്ടൊരു വാറണ്ടി കാർഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫുള്ള് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും വായിക്കാവുന്നതാണ്. അപ്പോൾ ഇനി സ്പീക്കറിൻ്റെ വിലയെക്കുറിച്ച് സംസാരിക്കാം. ഈ സ്പീക്കർ നമ്മൾ വാങ്ങിയപ്പം 14,500 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിയത്. നമ്മളിത് അർമേനിയയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്ര വില ഡിസ്കൗണ്ട് ആണോ അറിയത്തില്ല. ഇവിടെ നമ്മുടെ നാട്ടിനേക്കാളും വില കുറവാണ് അവിടെയൊക്കെ. അപ്പോൾ 14,500 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ വില അറിയത്തില്ല, ഇച്ചിരി കൂടുതലാണ്. അപ്പം ഇതിൻ്റെ വില അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. JBL സാധനങ്ങൾക്ക് വില കുറവില്ല. പിന്നെ നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ചിലർ പറയും 14,000 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇത് അതിനുള്ളതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്.
സെറ്റ് സാധനമാണ്. നമ്മളൊരു 10-14 മുടക്കിയാലും ആ മുടക്കുന്നതിനുള്ളൊരു പ്രൊഡക്റ്റ് ഈ സാധനം തരുന്നുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട്. താഴെ വീണാലോ വെള്ളത്തിലിട്ട് നമ്മളൊന്ന് കുളിപ്പിച്ചാലോ ഒന്നും ആകില്ല. നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. വെള്ളം കയറുകയില്ല. വാട്ടർ പ്രൂഫ് നല്ല സൂപ്പറായിട്ടുള്ളതാണ് ഇതിന്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല, അതാണ് ഞാൻ ആ വാട്ടർ പ്രൂഫിൻ്റെ കാര്യം പറയാത്തത്. പക്ഷേ സൂപ്പറാണ്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓണായി കാണിക്കാം. ഓണാക്കുമ്പോഴേ ഒരു നല്ലൊരു സൗണ്ടോട് കൂടിയാണ് ഓണാകുന്നത്. പിന്നെ ഇതാ ജെ ബി എല്ലിൻ്റെ അല്ല, ഇവിടെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ ചാർജാണ്, അതാണ് ഇങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയപ്പോൾ തന്നെ കണക്റ്റ് ആയി. ബ്ലൂടൂത്ത് ഓൾറെഡി ഓണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളൊരു പാട്ടും കൂടെ ഞാനിട്ട് കാണിക്കാം. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു പാട്ടിട്ട് കാണിക്കാം. ഒരു മിനിറ്റ്. ഇത് ബ്ലൂടൂത്ത് കണക്റ്റാക്കി ഓൾറെഡി വെച്ചേക്കുകയാണ്. ഫോൺ എടുത്ത് പാട്ട് വെക്കാം. അപ്പം അവൾ പാട്ടിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ വർക്ക് കേട്ടില്ലേ? അടിപൊളി വർക്കല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. പരമാവധി ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് വർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം കുറച്ചൊക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അടുത്തൊരു സാധനമായിട്ട് റിവ്യൂ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും പറ്റുന്നവർ പൈസ ഉണ്ടെങ്കിൽ നോക്കി വാങ്ങുക. നമുക്ക് ഏത് സ്ഥലത്തും ഇത് കൊണ്ടുപോയി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനുള്ള സെറ്റപ്പ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.